വല്ലാത്ത അത്ഭുതകരമായൊരു സംഭവമാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ അടിച്ച് തെറിപ്പിക്കുന്നു. അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തെന്നാണ് പറയുന്നത്. പക്ഷേ സണ്ണി ജോസഫ് വരുന്നു. കേരളത്തിലെ കോൺഗ്രസിന് ഇനി ഈ സണ്ണി ഡേയ്സ് ആണോ വരാൻ പോകുന്നത്? ഇല്ല, കോൺഗ്രസ്സിൽ ഒരിക്കലും ഒന്നും ശുഭകരമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫിൻ്റെ പട്ടാഭിഷേകം നമ്മൾ കണ്ടല്ലോ. ആ പട്ടാഭിഷേകത്തിൽ നിന്ന് തിരുവനന്തപുരം എം പി അടക്കം 4 എം പിമാർ, കേരളത്തിൽ നിന്നുള്ള 4 കോൺഗ്രസ് എം പിമാർ മാറി നിന്നു. അത് ബഹിഷ്കരണം എന്ന വാക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല, പക്ഷേ ചിലർ പത്രങ്ങളത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശശി തരൂർ, ബെന്നി ബെഹനാൻ, വി കെ ശ്രീകണ്ഠൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവരൊക്കെ കോൺഗ്രസ്സിന് എവിടെ ഒരു ചെണ്ടപ്പിളം ഉണ്ടെങ്കിൽ ഓടിയെത്തുന്നവരാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ അവിടുത്തെ പ്രാദേശിക എം പി കൂടിയായ ശശി തരൂർ പങ്കെടുക്കാതിരിക്കുക, അദ്ദേഹത്തിന് ഒരു ആശംസ അർപ്പിക്കാൻ ഉള്ള അവസരം അദ്ദേഹം പാഴാക്കുക. അല്ല, എന്തിനാണ് ഇപ്പോൾ ഈ സണ്ണി ജോസഫ് അങ്ങനെ കേരളത്തിൽ പരക്കെ അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യനൊന്നുമല്ല. സണ്ണി ജോസഫ് എന്നൊരു നേതാവുണ്ടെന്നറിയാം, കണ്ണൂരിലെ വലിയ സ്വാധീനമുള്ള ആളൊന്നുമല്ല. എന്തിനാണ് ഇപ്പോൾ പെട്ടെന്ന് സുധാകരനെ മാറ്റിയിട്ട് സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്ന വഴി കോൺഗ്രസ് അല്ലെങ്കിൽ ഈ കൊണ്ടുവന്ന ആളുകളുടെ ഉദ്ദേശ്യം എന്താ? ഇത് ഞാൻ പട്ടാഭിഷേകം എന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ. അപ്പോൾ ഇത് പട്ടക്കാരും പാതിരിമാരും കോൺഗ്രസിനെ എക്കാലത്തും നിയന്ത്രിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. സുജാൻ സാർ പറഞ്ഞു, ഞാൻ ഊഹിക്കുകയാണ്. അതായത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമുദായം അതൊക്കെ ബി ജെ പിയോടൊരു ചായ പുലർത്തി. ഉമ്മൻചാണ്ടിക്ക് ശേഷം, ആന്റണിക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസിന് എടുത്തു ഉയർത്തിക്കാട്ടാൻ ടവറിംഗ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരു കോൺഗ്രസ് ക്രൈസ്തവ നേതാവില്ല. അതിനുള്ളൊരു സ്റ്റേച്ചറൊക്കെ സണ്ണി ജോസഫ്. അവരുടെ ട്രഡീഷണൽ വോട്ട് ബാങ്കാണ് കാത്തലിക്സ് വോട്ട് എന്ന് പറയുന്നത്. അത് എല്ലാ വിഭാഗം, എല്ലാ ഡിനോമിനേഷനും പെട്ട ക്രിസ്തീയ സഭകൾ കോൺഗ്രസിനൊപ്പമാണ്. ക്രിസ്ത്യൻ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടും കേരള കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടും കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ ഒരു വലിയ സൈസ് ഇൻടാക്റ്റായിട്ട് നിന്നു. അത് ഈ അടുത്ത കാലത്ത് അതിൽ ചില വിള്ളലുകൾ കണ്ടു തുടങ്ങി. പാലാ സീറ്റിൽ പോലും അത് തോറ്റു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു വീണ്ടും വിചാരം കോൺഗ്രസിനകത്ത് ചില നേതാക്കൾക്കിടയിലുണ്ട്. അവർ ഇപ്പോൾ കേരളത്തിൽ 10 വർഷത്തിലേറെയായിട്ട് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇനിയും അതുപോലൊരു അവസ്ഥ ഉണ്ടായാൽ പാർട്ടി കേന്ദ്രത്തിലോ ഇല്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള ക്രൈസ്തവ നേതാക്കളെല്ലാം പൊന്നാനി പോയ ക്രൈസ്തവ നേതാക്കന്മാരല്ലേ? അല്ല, അത് കോൺഗ്രസിനെ മാത്രം എന്തിനു കുറ്റം പറയുന്നു? CPM അതാ പാർട്ടി തന്നെ അവരുടെ പേരിൽ CPIM എന്നുണ്ടല്ലോ. ഉണ്ട്. എം എന്നുള്ളത് മുസ്ലിം എന്നാണല്ലോ. മാർസൊക്കെ എന്നേ പോയത്. അതെ. അപ്പോൾ കേരളത്തിൽ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പെടുത്താൻ എന്തെല്ലാം അവസരമുണ്ടോ അത് ഈ 2 രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, കേരളത്തിലെ പൊതുമാധ്യമങ്ങളുടെയും സ്വഭാവം തന്നെ. അതെ. അപ്പോൾ ആ തരത്തിലായിരിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളും പ്രവർത്തനങ്ങളും. കാത്തലിക്കാണോ സണ്ണി ജോസഫ്? RC ആണ്. റോമൻ കാത്തലിക്കാണ്. അതെ. അത് ഇരിക്കൂർ സീറ്റിൽ നിന്ന്. ഇരിക്കൂർ അറിയാം. അപ്പോൾ അവിടെ നിന്ന് ജെന്റിൽമാൻ പൊളിറ്റീഷ്യൻ ആണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇരിക്കൂറിൽ നിന്ന് ജയിച്ചു വന്ന് KC ജോസഫിന് ശേഷം ഇരിക്കൂർ അതൊരു കുത്തക സീറ്റാണല്ലോ. അവിടെ KK ശൈലജയൊക്കെ തോപ്പിച്ചാണ് കോൺഗ്രസിന്റെ ശക്തമായ വോട്ട് ബാങ്കുള്ള വോട്ടുകളുള്ള മലയോര മേഖല ക്രൈസ്തവ ഉണ്ട് സാന്നിധ്യം പ്രബലമാണ്. കേരള കോൺഗ്രസിന് മലബാറിൽ ഏറ്റവും ശക്തമായ അടിത്തറയുള്ളത് വയനാട് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂരാണ്. കേരള കോൺഗ്രസിനും കേരള കോൺഗ്രസിനും മണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് നല്ല ശക്തിയുണ്ട് ഈ കണ്ണൂരിൻ്റെ കിഴക്കേ മേഖലകളിൽ, ആലക്കോട് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഈ മലയോര കുടിയേറ്റ ഇവിടുന്ന് പോയവരാണ്. അവർ അതെ, പാല കുറവിലങ്ങാട് ആ ഏരിയയിൽ നിന്ന് പോയവരാണ്. പല സ്ഥലത്തുനിന്നും പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള മേഖലയിൽ കോൺഗ്രസിൻ്റെ ഒരു തുടർ ശക്തി തെളിയിക്കുന്ന തരത്തിൽ പലരും ആവർത്തിച്ച് ജയിച്ചു വരുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനം വന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ അംഗമാണ് സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് പിന്നെ സുധാകരൻ്റെ കണ്ടെത്തലാണ്. സുധാകരനാണ് മെൻറ്റർ. അപ്പോൾ പല പേരുകൾ ഇവിടെ ബെന്നി ബെഹനാൻ്റെ പേര് പറഞ്ഞു, ആന്റണിയുടെ പേര് പറഞ്ഞു, KPC പ്രസിഡന്റ് ആന്റണി ഏതാണ്ട് ഉറപ്പാക്കി വെച്ചിരുന്നു. അപ്പോഴാണ് സുധാകരൻ പൊട്ടിത്തെറിച്ചത്. സുധാകരൻ എന്നെ അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ സുധാകരനെ ഏതായാലും മാറ്റണം
എന്നാൽ അയാൾ പറഞ്ഞ ആളാകട്ടെ. ഉം. ഏതായാലും അവർക്ക് വെന്തിങ്ങിട്ട ഒരു കോൺഗ്രസ് ഒരാളെ വേണം. വേണം. അതിനിപ്പോൾ സണ്ണി ആയിരിക്കട്ടെ. സണ്ണി വേറെ കോൺട്രവേഴ്സി ഒന്നും ഉള്ള ആളല്ല. ഉം. എല്ലാവർക്കും സ്വീകാര്യനാണെന്ന് പൊതുവെ ഒരു ധാരണയും വന്നു. ഉം. ഒരു പക്ഷേ കെ സി വേണുഗോപാലിന് അറിയാം. കണ്ണൂർക്കാരനായ കെ സി വേണുഗോപാൽ പയ്യന്നൂർക്കാരനാണല്ലോ. ആ വേണുഗോപാൽ ലെറ്റർ പാഡ് എടുത്തു, പേരുകളെല്ലാം തിരുത്തി. അപ്പോൾ വലിയൊരു പരിക്ക് പറ്റി. എം എം ഹസൻ്റെ പേരങ്ങ് വെട്ടിപ്പോയി. എം എം ഹസൻ ഇവിടെ ചാട്ടുമ്പകളായി. അല്ല, ഒരാൾ എന്നോട് ചോദിച്ചു, UDF കൺവീനർ മാറ്റിയല്ലേ, അപ്പോൾ ഹസൻ ആയിരുന്നല്ലേ ഇതുവരെ UDF കൺവീനർ? അങ്ങനത്തെ ആളുണ്ടെന്ന് അന്നേരം. അതെ അതെ. അല്ല, അപ്പോൾ UDF കൺവീനർമാർ ഇനിയിപ്പോൾ സുധാകരൻ വർക്കിംഗ് കമ്മിറ്റി അധ്യക്ഷനായല്ലോ. ഇപ്പോൾ അടൂർ പ്രകാശ് UDF കൺവീനർ എന്നതല്ലേ. ഇതൊക്കെ സാമുദായിക സന്തുലിതാവസ്ഥ സ്ഥാപിച്ചെടുത്തു എന്ന് ജനങ്ങളെ കാണിക്കാനുള്ള ഒരു വ്യഗ്രതയിൽ ഉണ്ടായ കാട്ടിക്കൂട്ടലുകളാണ്. അടിസ്ഥാനപരമായി ശശി തരൂരും ബെന്നി ബഹനാനും ഉണ്ണിത്താനും ശ്രീകണ്ഠനും എന്തുകൊണ്ട് മാറി നിന്നു? ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് ഒരു പ്രസംഗം നടത്തി. പറഞ്ഞത് കൊടിക്കുന്നിലാണെങ്കിലും അർത്ഥവത്തായൊരു പ്രസംഗമായിരുന്നു. അതിലെ ചില ഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തു വന്നതിൽ പറയുന്നു, KPC പ്രസിഡന്റുമാർ, മുൻ പ്രസിഡന്റന്മാരുടെ ചിത്രങ്ങളെല്ലാം ഇവിടെ നിരത്തിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു ദളിതൻ്റെ പടം ഇതുവരെ ഇല്ല. ഭൈമികാമുഖനാണ്. അതെ, ഞാനാണല്ലോ അതിന് സർവ്വയോഗ്യനായ ഒരാൾ. ഞാൻ ഇതിലെന്തെങ്കിലും വരുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇനിയിപ്പോൾ വരാൻ സാധ്യതയില്ല. അതെ. അപ്പോൾ ഇതുപോലുള്ള സങ്കടങ്ങൾ കോൺഗ്രസിനകത്ത് ഇപ്പോഴും ഉണ്ട്, ഒരുപാടുണ്ട്. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതൊന്നും നമ്മളിവിടെ വീണ്ടും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ സാമുദായിക സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി ഒരു ക്രിസ്തീയ പ്രീണനം നടത്തിയ അപ്പോൾ പാർട്ടിക്ക് വെളുക്കാൻ തേച്ചത് പണ്ടായി. ശശി തരൂർ കേരളത്തിലെ കോൺഗ്രസിനെ പിളർത്തുമോ? ശശി തരൂർ പിളർത്തിയാൽ ശശി തരൂരിനോടൊപ്പം പോകാൻ എത്ര കോൺഗ്രസ്സുകാരുണ്ടാവും? MK രാഘവൻ, പോവോ? ശബരിനാഥ്, അല്ല, ശശി തരൂരിന് വോട്ട് ചെയ്ത ആളുകളാണ്. ശബരിനാഥ്, ജി കാർത്തികേയൻ്റെ മകൻ, MLA ആയിരുന്നു. നമ്മുടെ IAS കർണൻ അതെ, IAS ഭർത്താവ് ശബരിനാഥ്. ഇവരൊക്കെയാണ് ശശി തരൂർ ഒരു പുതിയ താരോദയമാണെന്ന് വിചാരിക്കുന്ന കോൺഗ്രസ്സുകാർ. പക്ഷേ അദ്ദേഹം ഒരു പ്രത്യേക പാർട്ടി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. ഇപ്പോൾ ഈ ഇൻഡോ പാക് കോൺഫ്ലിക്റ്റിൽ ശശി തരൂരിൻ്റെ നിലപാട് ദേശീയതയ്ക്കൊപ്പമാണ്. അതിൽ കോൺഗ്രസ് നേതൃത്വത്തെ അദ്ദേഹം പരിഗണിക്കുന്നേ ഇല്ല, അവരുടെ നിലപാടുകൾ. അദ്ദേഹം ശരിയെന്ന് തോന്നുന്ന തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും. കോൺഗ്രസ് ഇത്തരം ഘട്ടത്തിൽ എടുക്കേണ്ടുന്ന ശരിയായ നിലപാടാണ് ശശി തരൂർ എടുത്തത്. ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പണ്ടൊക്കെ സ്വീകരിക്കുമായിരുന്ന നിലപാടിനോടൊപ്പം ശശി തരൂർ നിൽക്കുന്നു. ശശി തരൂരിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടൊപ്പം കോൺഗ്രസ് ഇല്ല. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസ്സിനെ ശരിയായി നയിക്കാൻ ശശിയാണോ ബെറ്റർ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ്സിൽ തന്നെ ഉണ്ടാകാം. പക്ഷേ അവർക്ക് ഈ ബിഗ് ഫാമിലിയെ ധിക്കരിക്കാനുള്ള ധൈര്യം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വഴിയാധാരമായി തയ്യാറല്ല. അല്ല, അത് ഹരാഗിരിയാണെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലേ ഈ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ കോൺഗ്രസ് എക്കാലവും നമ്മൾ പറഞ്ഞ പോലെ ഇതുപോലെ ദൗർബല്യങ്ങളിൽ കിടന്ന് ഉഴലും. ഇപ്പോൾ സണ്ണി വന്നപ്പോൾ സണ്ണി ഡേയ്സ് ആർ ഹിയർ അഗെയിൻ എന്ന് രമേശ് ചെന്നിത്തല പാട്ട് പാടിയെന്ന് കേട്ടു. അപ്പോൾ ഈ സ്കൈ എന്നിട്ടും ബ്ലൂ ആയിട്ടില്ല. അതെ, ആകാശ നീലിമ തെളിഞ്ഞു കാണുന്നില്ല. ഇനിതാ ഇപ്പോൾ കാലവർഷം വരാൻ പോവുകയാണ്. അതിജീവിക്കുമോ? അതായത് സണ്ണിയുടെ ടെസ്റ്റ് എപ്പോഴാണ്? നിലമ്പൂർ ബൈ ഇലക്ഷനാണ്. സോ പ്രിയങ്ക ഗാന്ധി പകുതിയിലേറെ 70% വോട്ട് പിടിച്ച നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്, എത്ര വോട്ട് കിട്ടും? അത് സണ്ണിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ടെസ്റ്റ് വരാൻ പോവുകയാണ് ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ. ഏതായാലും ഈ കാലവർഷം വരുന്നു, ഒരു ഉരുൾപൊട്ടലിൻ്റെ സാധ്യത കോൺഗ്രസിൽ കാണുന്നുണ്ടോ? കോൺഗ്രസ്സിൽ ഉരുൾപൊട്ടത്തില്ല. കാരണം അങ്ങനെ പൊട്ടിക്കാവുന്ന ആരിപ്പോൾ ഇല്ല, അതിനുള്ള ശേഷിയുള്ളവരില്ല. ഇല്ല. പൊട്ടിക്കാമായിരുന്നത് സുധാകരനായിരുന്നു. പിന്നെ ശശി തരൂർ അങ്ങനെ ചിന്തിക്കുന്നുള്ളൊരു ഗ്രൗണ്ടില്ല പുള്ളിക്കില്ല. പക്ഷേ ഈ സുധാകരൻ ഇപ്പോൾ ദേശീയ നേതാവായോ? AICC വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവും. ക്ഷണിക്കാതെ ഇരിക്കാം, വിളിച്ചാൽ വന്നാൽ മതി. അപ്പോൾ പണി പോയി.
പണി പോയി, അവർക്ക് ഇഷ്ടമില്ല, അവരിനി വിളിക്കത്തില്ല. ഇത് ഇവിടുത്തെ ഈഴവരെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. മലബാറിലെ തീയന്മാരെയും തെക്കൻ കേരളത്തിലെ ഈഴവരെയും പറ്റിക്കാൻ വേണ്ടിയാണല്ലോ സുധാകരനെ വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. വർക്കിംഗ് കമ്മിറ്റി ക്ഷണിതാവൊക്കെ ശശി തരൂരും ക്ഷണിതാവാണോ അല്ലേ? രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല ചെന്നിത്തല പോകുന്നുണ്ടോ വർക്കിംഗ് കമ്മിറ്റി? ക്ഷണിച്ചാൽ പോവും. വർക്കിംഗ് കമ്മിറ്റി അല്ല, അദ്ദേഹത്തിന് വേറെ ഇഷ്ടമുള്ള ഒരു മുട്ടായി കിട്ടിയിട്ടുണ്ട്, മഹാരാഷ്ട്രയുടെ ചാർജ്. അത് മതി. അതും പറഞ്ഞ് അവിടെ ചുറ്റി നടക്കാം. ഭരണമില്ലല്ലോ. ഇല്ല, അപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനെതിരെ ഇടയ്ക്ക് പ്രസ്താവന ഇറക്കാൻ പുള്ളി ബോംബെ പോകുന്നുണ്ടല്ലോ. മുംബൈ പോയി സത്യാഗ്രഹമൊക്കെ നടന്നു, അറസ്റ്റ് വരിച്ചല്ലോ. രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിൽ അറസ്റ്റ് വരിക്കാനൊരു സമരകാരണം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, മഹാരാഷ്ട്രയിൽ പോയി അറസ്റ്റ് വരിച്ച് ദേശീയ ശ്രദ്ധയിലെത്താൻ അദ്ദേഹം കഴിഞ്ഞ മാസം ഒരു ശ്രമം നടത്തിയാണ്. ഏതായാലും കോൺഗ്രസിന് സണ്ണി ഡേയ്സ് ആണോ പ്രളയകാലമാണോ എന്ന് നമുക്ക് വലിയ താമസമില്ലാതെ അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.